പെൻഷൻകാരോട് എന്തിനിത്ര അവഗണന? പെൻഷൻ അത് ലഭിക്കുന്നവരുടെ അവകാശമല്ല, ഗവൺമെന്റിന്റെ ഒരു നയപരമായ തീരുമാനം മാത്രമാണ് എന്നാണ് ഹൈക്കോടതിയിൽ ഗവൺമെന്റ് നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അത് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്നു, ഇപ്പോൾ 1600 രൂപ മന്ത്ലി പെൻഷൻ ഉള്ളത് 2500 വരെയാക്കി ഈ ഗവൺമെന്റ് ഉയർത്തുമെന്ന്. അപ്പൊ അവകാശമല്ല, പക്ഷേ ഔദാര്യവുമല്ല. ഇത് തീർച്ചയായും തന്നിരിക്കുമെന്ന് പറഞ്ഞ ഒരു വാഗ്ദാനമാണ്. അപ്പൊ വാഗ്ദാനങ്ങൾ എങ്ങനെയാണ്? അവകാശങ്ങളാണോ വലുത്, വാഗ്ദാനങ്ങളാണോ വലുത് എന്ന് നമ്മളൊന്ന് വച്ചു നോക്കുകയാണെങ്കിൽ, താരതമ്യപ്പെടുത്തി നോക്കുകയാണെങ്കിൽ രണ്ടും ഒരേ വെയിറ്റ് ഉള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഏതൊരു വാഗ്ദാനവും പാഴാക്കാൻ പാടില്ല. അത് വസ്തുനിഷ്ഠമായിരിക്കണം, അത് കൃത്യമായി നിറവേറ്റപ്പെടുകയും വേണം. അതാണ് വാഗ്ദാനങ്ങളുടെ പ്രത്യേകത. അങ്ങനെയല്ല വാഗ്ദാനങ്ങൾ എന്ന് മനസ്സിലാക്കിയാലാണ് ജനം ആ ഗവൺമെന്റിനെ വീറ്റോ ചെയ്യുന്നത് അടുത്ത ഇലക്ഷന്. അത് ഗവൺമെന്റ് ഓർത്തിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ ഈ പെൻഷന്റെ അവസ്ഥ എന്താണ്? 6 മാസത്തെ കുടിശ്ശിക കിടക്കുവാണ് 1600 രൂപ വെച്ച് കിട്ടേണ്ടതിന്. ഈ 6 മാസത്തെ കുടിശ്ശിക കൊടുക്കണമെങ്കിൽ തന്നെ 4800 കോടി അത്യാവശ്യമാണ്. പക്ഷെ ഇപ്പോൾ ഈ പുതുവർഷം ആരംഭിച്ചപ്പോൾ എന്താണ് ഗവൺമെന്റിന്റെ അവസ്ഥ? കഴിഞ്ഞ പ്രാവശ്യം 1 മാസത്തെ കുടിശ്ശിക കൊടുത്തു. അതെങ്ങനെയാണ് കൊടുത്തത്? അതായത് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ്, അതായത് ഈ പെൻഷൻ കൊടുക്കാൻ വേണ്ടി രൂപപ്പെടുത്തിയ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ, വായ്പ എടുക്കാനുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ, ആ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കോഓപ്പറേറ്റീവ്സിന്റെ കൺസോർഷ്യത്തിൽ നിന്ന് വായ്പ എടുത്ത എമൗണ്ട്, ആ വായ്പ എടുത്ത എമൗണ്ട് വെച്ചാണ് ഒരു ഗഡു കുടിശ്ശിക, പെൻഷൻ കുടിശ്ശിക കഴിഞ്ഞ മാസം, അതായത് ഇലക്ഷന് തൊട്ട് മുൻപായിട്ട് കൊടുത്തത്. ബാക്കി ഉണ്ടായിരുന്ന തുക എവിടെ പോയി? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ മാസത്തെ, അതായത് കഴിഞ്ഞ ബജറ്റിൽ ഗവൺമെന്റ് പറഞ്ഞിരുന്നു അടുത്ത മാസം മുതൽ, അതായത് ഏപ്രിൽ മുതൽ എല്ലാ മാസവും അതത് മാസത്തെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുമെന്ന്. പക്ഷെ അത് കൊടുക്കാൻ ഇപ്പോൾ പറ്റുന്നില്ല. ഈ മാസം കൊടുക്കാൻ പറ്റുന്നില്ല. ഏപ്രിൽ മാസത്തെ കൊടുത്തു, മെയ് മാസത്തിലെ കൊടുക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? അന്ന് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് കോഓപ്പറേറ്റീവ് ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് വായ്പ എടുത്ത തുക, ആ തുകയിൽ ഒരു ഗഡു കൊടുത്ത് ബാക്കി അക്കൗണ്ടിൽ ഇട്ടിരുന്നു. പക്ഷെ അത് ട്രഷറിയിലേക്ക് മാറ്റേണ്ടി വന്നു, ട്രാൻസ്ഫർ ചെയ്യേണ്ടി വന്നു. എന്തുകൊണ്ട്? കാരണം പുതിയ വർഷം ആരംഭിച്ചിട്ടും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതുവരെ സംസ്ഥാനങ്ങൾക്ക് എടുക്കാവുന്ന കടം എത്ര വരെ, എല്ലാ കാര്യങ്ങളെ പറ്റിയുള്ള വിശദീകരണങ്ങളൊന്നും നൽകിയിട്ടില്ലെന്ന് മാത്രവുമല്ല, ഓവർ ഡ്രാഫ്റ്റിലാണ് ഒട്ടുമിക്ക സമയങ്ങളിലും സംസ്ഥാന ഗവൺമെന്റ്. ഓവർ ഡ്രാഫ്റ്റ് എന്ന് വെച്ചാൽ സത്യസന്ധമായി പറഞ്ഞാൽ 146 ദിവസം ഓവർ ഡ്രാഫ്റ്റ്, 146 തവണ ഓവർ ഡ്രാഫ്റ്റ് എടുക്കാം ഒരു വർഷം. അതായത് 32 പ്രാവശ്യമാണ് ഒരു ക്വാർട്ടറിൽ ഇത് എടുക്കാവുന്നത്, ഓവർ ഡ്രാഫ്റ്റ് എടുക്കാവുന്നത്. പക്ഷെ 14ാം ദിവസം പലിശയോടെ അത് തിരിച്ചടയ്ക്കണം. അങ്ങനെയുള്ള ഓവർ ഡ്രാഫ്റ്റ് ആ പരിമിതിയുണ്ട്. അപ്പൊ എടുക്കാം, പക്ഷെ തിരിച്ചടയ്ക്കണം. ഇനി വായ്പ എടുക്കുവോളം ഈ ബുദ്ധിമുട്ട് തുടരും. അത് മാത്രവുമല്ല, ഇപ്പൊ ഈ പുതിയ വർഷ ആരംഭത്തോട് 2022-23 ചില തിരിച്ചടികൾ ഗവൺമെന്റിനുണ്ടായി. എന്താണ് ഗവൺമെന്റിനുണ്ടായ ആ തിരിച്ചടികൾ? അപ്പൊ അതിനു മുൻപ് തന്നെ, ഈ ഗവൺമെന്റിനുണ്ടായ തിരിച്ചടികളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, പെൻഷൻ അവകാശമല്ല, അത് ഗവൺമെന്റിന്റെ ഒരു വാഗ്ദാനം മാത്രമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴത്തെ വിലക്കയറ്റത്തിന്റെ അവസ്ഥ എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ അടുത്ത കാലത്തുണ്ടായ പഠനം പറയുന്നത് ഉപഭോക്തൃ വില സൂചിക 4.83 താണു. അതായത് ഉപഭോക്തൃ വില സൂചിക 4%-നും 6%-നും ഇടയ്ക്ക് പിടിച്ചു നിർത്തുക എന്നതായിരുന്നു മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ലക്ഷ്യം. ആ ലക്ഷ്യം ഏകദേശം, അതായത് ഇപ്പൊ 4.83% ഉപഭോക്തൃ വില നിലവാരം എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ലക്ഷ്യത്തിനകത്താണ്. പക്ഷേ അതിനകത്ത്
ഭക്ഷ്യവില നിലവാരം എവിടെ? വില നിലവാരം അതിനേക്കാളൊക്കെ ഈ വിചാരിച്ചതിനേക്കാളൊക്കെ കുതിച്ചു ചാടി 8.7% എത്തിയിരിക്കുകയാണ്. അതായത് മോണിറ്ററി പോളിസി കമ്മിറ്റി ആഗ്രഹിച്ചത് 4%-നും 6%-നും ഇടയിൽ ഉപഭോക്തൃ വില നിലനിർത്തണം എന്നാണ്. അപ്പോൾ വലിയ വിലക്കയറ്റം ഭക്ഷ്യ പദാർത്ഥങ്ങളിലും ഒന്നും ഉണ്ടാവില്ല, പൊതുവെ ഉപഭോക്താക്കൾ സംതൃപ്തരായിരിക്കും എന്നാണ് കരുതിയത്. ഇപ്പോൾ ഉപഭോക്തൃ വില ശരാശരിക്ക് 4.83%. അപകടകരമല്ല. പക്ഷേ അതിൽ നിന്ന് ഭക്ഷ്യ വില സൂചിക മാത്രം പുറത്തെടുക്കുമ്പോഴാണ് 8.7% എത്തി നിൽക്കുകയാണ്. നമ്മുടെ കേരളത്തിലേക്ക് ഒന്ന് വന്ന് നോക്കുക. അതായത് ഒന്നാമത്തെ പ്രാവശ്യം പിണറായി ഗവൺമെന്റ് വന്നപ്പോഴും രണ്ടാം പ്രാവശ്യം വന്നപ്പോഴും ബജറ്റ് മാനിഫെസ്റ്റോയിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു 13 ഇനം എസൻഷ്യൽ അത്യന്താപേക്ഷിത സാധനങ്ങൾ വില വർദ്ധിപ്പിക്കാതെ നൽകുമെന്ന്. ആ സിസ്റ്റം തന്നെ മാറ്റിക്കളഞ്ഞു. അതായത് സിവിൽ സപ്ലൈസ് ഒക്കെ നഷ്ടത്തിലായി, കോൺട്രാക്ടേഴ്സ് ആരും സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളൊരു അവസ്ഥ വന്നു. കാരണം അവർക്കൊക്കെ കുമിഞ്ഞു കൂടിയ കുടിശ്ശിക സപ്ലൈകോ കൊടുക്കാനുണ്ട്, സപ്ലൈകോക്ക് ഗവൺമെന്റ് കൊടുക്കാനുണ്ട്. ആ അവസ്ഥയിൽ അപ്പം അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു? ഈ സപ്ലൈകോയുടെ ഈ 13 ഇനം എന്നുള്ളത് തന്നെ റീസ്ട്രക്ചർ ചെയ്ത് ഇപ്പം സപ്ലൈകോയിൽ 5-6 ഐറ്റം മാത്രമേ ഉണ്ടാവൂ. അത് തന്നെ ഇരട്ടി വിലയോ 3 ഇരട്ടി വിലയോ ഒക്കെ കൊടുത്താണ് കൺസ്യൂമേഴ്സ് വാങ്ങേണ്ടി വരുന്നത്. അപ്പം നിശ്ചിത വിലയ്ക്ക് കൊടുക്കും എന്നത് പാളിപ്പോയി. അത് പോകട്ടെ. ആ കൂട്ടത്തിലാണ് ഇരുട്ടടി പോലെ ഭക്ഷ്യവിലക്കയറ്റം 8.7% എത്തി നിൽക്കുന്നത്. അപ്പൊ നമ്മളൊന്ന് ഓർക്കണം, ഇവിടെ അരിയ്, ഗോതമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾ റേഷൻ കടയിൽ നിന്ന് ഇപ്പോഴും ഈ തീരെ പാവപ്പെട്ടവർക്ക് ഫ്രീ ആയിട്ടും അതിന് തൊട്ട് മുകളിലുള്ളവർക്ക് ചെറിയ വിലയ്ക്കും ലഭിക്കുന്നു. ആശ്വാസകരമാണത്. പക്ഷേ അവർക്ക് പച്ചക്കറികളും അതുപോലെയുള്ള സാധനങ്ങളും ഭക്ഷ്യ എണ്ണ, പഞ്ചസാര സപ്ലൈകോ വഴി കൊടുത്തിട്ട് ഓണത്തിനും ആ പീരീഡില് വളരെ കുറച്ചു പേർക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റി കൊടുത്തു. അതിനുശേഷം പഞ്ചസാരയെ ലഭ്യമല്ല സപ്ലൈകോയില്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഒട്ടുമിക്ക ഭക്ഷ്യ സാധനങ്ങളും ഈ 8.7% വിലക്കയറ്റമുള്ള ആ വിലയ്ക്ക്, അതായത് അത് ഏറിയും കുറഞ്ഞു വരിക്കും. ചിലതിനൊക്കെ വലിയ വിലക്കയറ്റം, ചിലതിനൊക്കെ അതിനേക്കാൾ കുറച്ചും കൂടി അപകടകരമല്ലാത്തത്. ആ തരത്തിലുള്ള വിലക്കയറ്റം അനുഭവിച്ചുകൊണ്ട് തന്നെ വേണം സാധാരണക്കാർ ഇതൊക്കെ വാങ്ങാൻ. എന്ന് വെച്ചാൽ ഈ 1600 രൂപ പെൻഷൻ കിട്ടുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള ഭക്ഷ്യസാധനങ്ങള്, മരുന്ന് ഇതൊക്കെ വാങ്ങാമെന്ന് കണ്ട് ആശ്വസിച്ചിരുന്ന കേരളീയരാണ് ഇപ്പോൾ കഴിഞ്ഞ 6 മാസമായിട്ട് പെൻഷൻ കിട്ടാതെ കഷ്ടപ്പെടുന്നത് എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാൻ പറ്റുകയില്ല. അപ്പം അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് സർക്കാരിന്റെ ഭാഗം കൂടി ഒന്ന് നോക്കേണ്ടതാണ്. അതായത് ഈ പെൻഷൻ, ഇപ്പൊ കുടിശ്ശികയുള്ള പെൻഷൻ മുഴുവൻ കൊടുത്തു തീർക്കണമെങ്കിൽ 4800 കോടി വേണം എന്ന് പറയുന്നു. എല്ലാ മേഖലകളിലും ശ്രദ്ധയോടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകണമെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് ധനമന്ത്രി ശ്രീ ബാലഗോപാൽ മനസ്സിലാക്കുന്നിടത്തോളം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അതായത് ധനമന്ത്രിയുടെ താല്പര്യപ്രകാരമല്ല എല്ലാ വകുപ്പുകളും, അതുപോലെ ഏത് വകുപ്പിന്റെയും താല്പര്യപ്രകാരവുമല്ല, ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരമാണ് പല ചെലവുകളും എങ്ങോട്ട് വേണം എങ്ങോട്ട് വേണ്ട, അതായത് വകുപ്പ് മാറ്റലും മറ്റൊക്കെ. അത് CAG ഒക്കെ ഒരു ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വകമാറ്റി ചെലവഴിക്കല്, ധൂർത്ത്, ഇത്തരം കാരണങ്ങൾ കൊണ്ട് തന്നെ, കെടുകാര്യസ്ഥത, ഇത്തരം കാരണങ്ങൾ കൊണ്ടൊക്കെയാണ്. അപ്പൊ നമ്മൾ ഓർക്കണം, ഈ കെടുകാര്യസ്ഥതയും ധൂർത്തും ഈ വകമാറ്റലും എല്ലാം ധനവകുപ്പ് അല്ല ചെയ്യുന്നത്. അതിന് കാരണക്കാരായി വരുന്നത് പല പല വകുപ്പുകളാണ്. അല്ലെങ്കിൽ അങ്ങനെ അതിരിക്കട്ടെ. അപ്പൊ അതിന്റെയൊക്കെ ആഘാതം പേറിയാണ് ഇപ്പൊ നമ്മുടെ ധനമന്ത്രി രോഗാവസ്ഥയിലെത്തിയെന്നും കൂടി ഓർക്കണം നമ്മൾ. ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യേണ്ടി വന്നത്, അദ്ദേഹം പെട്ടെന്ന് തന്നെ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്താ കാരണം എന്ന് വെച്ചാൽ, അദ്ദേഹം തിരിച്ചു വന്നാലേ ഈ നടുക്കടലിൽ എത്തി നിൽക്കുന്ന വഞ്ചിയെ തിരിച്ച് കരയിലെത്തിക്കാൻ, അതായത് ഒരു കടപ്രതിസന്ധിയിലേക്ക് വീണു പോകാതെ സംരക്ഷിച്ചു നിർത്താൻ അദ്ദേഹം തിരിച്ചു വന്നേ പറ്റൂ.
കാരണം അദ്ദേഹത്തിന് ഏകദേശമെങ്കിലും ഇപ്പോൾ കാര്യങ്ങളുടെ ഒരു നിജസ്ഥിതി അറിയാവൂ. അപ്പൊ അദ്ദേഹം തിരിച്ചു വരട്ടെ, പെൻഷനൊക്കെ കൃത്യമായിട്ട് സമയത്ത് കൊടുക്കാൻ ഇടവരട്ടെ. കാരണം പാവപ്പെട്ടവർ ഈ 1600 രൂപ പെൻഷന് വേണ്ടി കൈ നീട്ടുന്നവർ തീർച്ചയായിട്ടും അത് അർഹിക്കുന്നവരാണ്, നിവൃത്തികേട് കൊണ്ടാണ്. അപ്പൊ അത്തരക്കാർക്ക് ഇത് കിട്ടിയേ അടങ്ങൂ. കാരണം വില നിലവാരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 8.7% വരെ ഉയർന്നു നിൽക്കുകയാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നന്നായി നടക്കത്തക്ക ഒരു അവസ്ഥയിലേക്ക് സംസ്ഥാനം വരണം. വിഭവ സമാഹരണം കാര്യക്ഷമമാക്കണം. അങ്ങനെ കാര്യക്ഷമമാക്കിയാൽ മാത്രമേ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകൂ.